നമസ്കാരം. അരിക് എന്ന സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഫണ്ട് നൽകിക്കൊണ്ട് നിർമ്മിച്ച ഒരു സിനിമയാണ് അരിക്. പിണറായി സർക്കാർ സാംസ്കാരിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്ത് കടന്നു വരാൻ ശ്രമിക്കുന്ന സ്ത്രീകളുടെ ഉന്നമനം കണക്കാക്കി അത്തരക്കാർക്ക് ഫണ്ട് നൽകിക്കൊണ്ട് സിനിമ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽ ഉള്ള ചലച്ചിത്ര പ്രവർത്തകർക്ക് സ്വന്തമായി സിനിമ ചെയ്യാൻ അവസരമൊരുക്കുന്ന രീതിയിൽ അതിനും ഫണ്ട് നൽകുന്നുണ്ട്. അത് 1.5 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് ഈ സർക്കാർ നൽകി വരുന്നത്. അങ്ങനെ നിർമ്മിച്ച ഒരു സിനിമയാണ് അരിക് എന്ന സിനിമ. ഈ ചിത്രം കേരളത്തിൽ നമ്മൾ തുടച്ചു നീക്കി എന്ന് പറയുന്ന, എന്ന് വിശ്വസിക്കുന്ന ജാതി വെറി അല്ലെങ്കിൽ ജാതി എന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, ആളുകളുടെ മനസ്സിലെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാന കഥാപാത്രം എന്ന് തന്നെ പറയാവുന്നത് സെന്തിൽ അവതരിപ്പിക്കുന്ന ദളിതനായ ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ യൗവനകാലം മുതൽ വാർദ്ധക്യം വരെ നീളുന്ന അവസ്ഥയിലൂടെ ഈ സിനിമയുടെ കഥ വികസിക്കുന്നുണ്ട്. 60കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിൽ തുടങ്ങുന്ന കഥ, ആ പിളർപ്പിനെ അറിയുന്ന, മനസ്സിലാക്കുന്ന, അത് പ്രസംഗങ്ങളിലൂടെ ദൂരെ മാറി നിന്ന് കേൾക്കുന്ന ഒരു ചെറുപ്പക്കാരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഇതിലെ കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നതും ആ സിനിമ ആരംഭിക്കുന്നതും അത്തരമൊരു ഘട്ടത്തിലാണ്. പിന്നീട് അയാളുടെ വിവാഹം, കുടുംബം തുടങ്ങിയ അവസ്ഥയിലൂടെ സിനിമ കടന്നു പോകുന്നു. അയാളുടെ മകന് നേരിടേണ്ടി വരുന്ന ജാതീയമായ പ്രശ്നങ്ങൾ, അയാളുടെ ജോലി സംബന്ധമായും പ്രണയത്തിലും ഒക്കെ അയാൾക്ക് ഉണ്ടായി പോകുന്ന ജാതീയമായ പ്രശ്നങ്ങൾ, ജാതിയുടെ പേരിലുള്ള മാറ്റി നിർത്തപ്പെടലുകളൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയാവുന്ന സെന്തിൽ അവതരിപ്പിക്കുന്ന ദളിതനായ ആ മനുഷ്യൻ, അയാളുടെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അയാളുടെ പേരക്കുട്ടിക്ക് പോലും ഉണ്ടാകുന്ന, അതായത് ഈ പുതിയ കാലത്ത് നിയമവിദ്യാർത്ഥിനിയായ പേരക്കുട്ടിക്ക് പോലും നേരിടേണ്ടി വരുന്ന ജാതീയമായ മാറ്റി നിർത്തപ്പെടലുകൾ. അത് പക്ഷെ ജാതി പറഞ്ഞിട്ടാവണമെന്നില്ല, അവളുടെ നിറം പറഞ്ഞിട്ട് പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് ഈ ചിത്രത്തിൽ പറയുന്നു. അതേസമയം അവൾ ബംഗാളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ജാതിയുടെ പേരിൽ ഉണ്ടാകുന്ന കെട്ടിത്തൂക്കലുകൾ പോലും ഈ ചിത്രത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ കേരളം ഉണ്ടാക്കിയിട്ടുള്ള, ഇതിൻ്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ നേട്ടം, ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും തോറ്റുമടങ്ങിയതൊക്കെ തിരിച്ചു വരികയല്ലേ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില വികാര പ്രകടനങ്ങൾ പലപ്പോഴും ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് പോലും അത്തരത്തിൽ ഉള്ളതാണ്. VS സനോജാണ് അരിക് കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കെങ്കിലും നമുക്കിതിനൊരു ഡോക്യുമെൻ്ററി സ്വഭാവമുണ്ടോ എന്ന് തോന്നിപ്പോയാൽ തെറ്റ് പറയാനാവില്ല. അങ്ങനെ ഒരു ഡോക്യുമെൻ്ററിയുടെ അല്ലെങ്കിൽ ഡോക്യുഫിക്ഷൻ്റെ സ്വഭാവം ഇടയ്ക്ക് സ്വീകരിച്ചാൽ എന്താണ് കുഴപ്പം? സിനിമ ഇങ്ങനെയേ പാടുള്ളൂ എന്ന് എവിടെയും ആരും എഴുതി വെച്ചിട്ടില്ല. എൻ്റെ തന്നെ ചില സുഹൃത്തുക്കൾ, ചലച്ചിത്ര പ്രവർത്തകരായ സുഹൃത്തുക്കൾ പറഞ്ഞതാണ് ഇതിന് ഒരു ഡോക്യുമെൻ്ററി സ്വഭാവമുണ്ട് എന്നൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത്തരത്തിൽ എവിടെയും ആരും എഴുതി വെച്ചിട്ടില്ല. സിനിമയിൽ പരീക്ഷണങ്ങളാവാം, പരീക്ഷണങ്ങളുമായി പുതിയ ചലച്ചിത്ര പ്രവർത്തകർ മുന്നോട്ട് പോകട്ടെ. സനോജിൻ്റെ ഈ സിനിമാ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. തിയേറ്ററിൽ ഇത് പരാജയപ്പെട്ടു എങ്കിലും ഇത് കൂടുതൽ ചലച്ചിത്രമേളകളിലും വിദേശ സ്വദേശ ചലച്ചിത്ര മേളകളിലൂടെ കൂടുതൽ ശ്രദ്ധേയമാവട്ടെ. കൂടുതൽ പ്രേക്ഷകരിലേക്ക്, നമ്മുടെ നാട്ടിലെ മലയാളി പ്രേക്ഷകരിലേക്ക് ഈ ചിത്രം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഫിലിം സൊസൈറ്റി പ്രവർത്തകർ, ഫിലിം സൊസൈറ്റി എന്നൊന്ന് അക്ഷരാർത്ഥത്തിൽ
ഇപ്പോൾ ഉണ്ടോ എന്നത് വലിയ സംശയമാണ്. എങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞു വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ സിനിമകൾ, നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് കഴിയട്ടെ. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും KSFDCക്കും നേരുകയാണ്.